ഇപ്പോൾ AKG സെന്ററിന് മുന്നിൽ നിന്നും അമൽ തേനംപറമ്പിൽ ചേരുന്നു. അമൽ, നമസ്കാരം. വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പാർട്ടിയും മുന്നണിയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് EP ജയരാജന്റെ ഈ പടിയിറക്കം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ ഘട്ടത്തിൽ പാർട്ടി ഒരുപാട് പ്രതിസന്ധികളിലാണ്, നിരവധി ആരോപണങ്ങളിലാണ്. ഈ ആരോപണങ്ങളിലും പ്രതിസന്ധികളിലും പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടിയായിരിക്കുമോ ഇത്? CPM-ന്റെ ഏറ്റവും നിർണായകമായ സംസ്ഥാന സമിതി യോഗം ചേരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു വാർത്ത വരുന്നത്. EP ജയരാജൻ എന്തായാലും LDF-ന്റെ കൺവീനർ എന്തായാലും പരിപാടിയിൽ സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂർക്ക് മടങ്ങിയിരിക്കുന്നു. ആ യോഗത്തിൽ EP പങ്കെടുക്കുന്നില്ല. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ AK സെന്ററിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് EP-യുടെ ഈ മടക്കം എന്നുള്ള ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി നേതാക്കന്മാരാരും നൽകുന്നില്ല. എന്തായാലും ഇന്നത്തെ സമിതി യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വരുന്ന വിഷയങ്ങളിൽ ഒന്ന് EP ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി പാർട്ടിയെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ട ഒരു വിഷയമുണ്ട്. അതുകൂടി ഇന്ന് ചർച്ചയിലേക്ക് വരും. ആ വിഷയം ചർച്ചയ്ക്കെടുക്കുന്ന ദിവസമാണ് EP വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. EP ജയരാജൻ എന്ന് പറയുമ്പോൾ പിണറായി വിജയന് ശേഷം സംസ്ഥാനത്തെ ഏറ്റവും അതിശക്തരായ നേതാക്കന്മാരുടെ പട്ടികയെടുത്താൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാക്കന്മാരൊരാൾ. പോളിറ്റ് ബ്യൂറോ അംഗമല്ല എങ്കിൽ കൂടി ആ പോളിറ്റ് ബ്യൂറോയിലുള്ള അംഗങ്ങളുടെ ഒപ്പം നിൽക്കാൻ പരുവത്തിന് കരുത്തും ശേഷിയുമുള്ള ഒരു നേതാവ്. CPM കണ്ണൂരിൽ ഏതെല്ലാം കാലത്ത് പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ ആ കാലഘട്ടത്തിലെല്ലാം തന്നെ പാർട്ടിയെ പിടിച്ചു നിർത്തിയ, പാർട്ടിക്ക് വേണ്ടി പോരാടിയ ഒരാൾ. ഏറ്റവും ഒടുവിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിയേണ്ടി വരുന്നത് BJP ബന്ധത്തിന്റെ പേരിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ കേരളത്തിലെ പ്രഭാരി പ്രകാശ് ജാവദേക്കർ EP-യെ വന്ന് കണ്ടു എന്ന് പറയുമ്പോൾ അത് CPM-നുണ്ടാക്കിയ ക്ഷീണം, അതും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ CPM-നുണ്ടാക്കിയ ക്ഷീണം എന്ന് പറയുന്നത് ചെറുതല്ല. അന്ന് രാവിലെ മുഖ്യമന്ത്രിക്ക് പോലും ആ വിഷയത്തിൽ പ്രതിരോധത്തിലേക്ക് നീങ്ങേണ്ടി വന്നു. കൃത്യമായൊരു വിശദീകരണം നൽകാൻ പോലും അന്ന് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിരുന്നില്ല. മാധ്യമപ്രവർത്തകർ അന്ന് രാവിലെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. അതും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രതിസന്ധികൾ, പല വിഷയങ്ങളിൽ ആരോപണങ്ങളടക്കം നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കോൺഗ്രസ് ആണ് BJP-യോട് മൃദുസമീപനം സ്വീകരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJP-യിലേക്ക് ഒഴുകുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ CPM-ന്റെ നേതാക്കന്മാർ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ EP ജയരാജനെ LDF-ന്റെ കൺവീനറെ വീട്ടിലെത്തി കണ്ടു എന്നുള്ള കാര്യം പറയുന്നത്. പാർട്ടി പ്രവർത്തകരെയും മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയും ഒക്കെ ഒരുപാട് പ്രതിസന്ധിയിലാക്കി. അമൽ തേനംപറമ്പിൽ, ഞാൻ അമലിലേക്ക് മടങ്ങി വരാം.